കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സംഭവം എന്താന്ന് എനിക്കും അറിയത്തില്ല. പക്ഷെ ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള മൈൻഡ്. ഈ ഒരു ഡേ മുഴുവനും എന്റെ മൈൻഡ് ആ ഒരു തേങ്ങയായിരുന്നു. ഐ മീൻ അങ്ങനെയല്ല, അങ്ങനെ ഒരു മൈൻഡായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഇതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യണോ വേണ്ടയോ, എന്തായാലും പിന്നീട് എനിക്ക് കുറ്റബോധം തോന്നുമെന്ന് നന്നായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്താലും ഇല്ലെങ്കിലും എല്ലാ നല്ല സിറ്റുവേഷൻസും ഒന്ന് ഷൂട്ട് ചെയ്ത് വെച്ചു. ഈ കൊച്ചു എളുപ്പം കാലത്ത് ഒരു ചായ പോലും കുടിക്കാതെ വന്നിരുന്ന് ഇങ്ങനെ ബലൂൺ വീർപ്പിക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല. ഇത് എനിക്ക് പെട്ടെന്നുണ്ടായ ഒരു ഐഡിയ ആയിരുന്നു. ആരും കണ്ണു തുറന്നു വരുമ്പോൾ ബെഡ് നിറയെ ബലൂൺസും കുറെ ചോക്ലേറ്റ്സും ഇതായിരുന്നു എന്റെ മനസ്സിൽ. പക്ഷെ ബലൂണും ചോക്ലേറ്റ്സും വാങ്ങിക്കാൻ മറന്നുപോയി. പിന്നെ രാത്രി 10:30 തോന്നിയിട്ടുള്ള കടകൾ തപ്പി നോക്കി എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടാണ് ഇന്ന് വെളുപ്പാങ്കാലമായപ്പോൾ കുത്തിയിരുന്ന് ഈ ബലൂൺ എല്ലാം വീർപ്പിച്ച് ബെഡിൽ സെറ്റ് ചെയ്ത്. കുറച്ച് വെപ്രാളം കൂടി ഉണ്ട്, കാരണം ആളെപ്പോൾ വേണേ ഉണരും. അങ്ങനെ വെളുപ്പാങ്കാലം നേരം വെളുത്ത് അങ്ങനെയൊന്നുമില്ല. തൊട്ടടുത്ത് ഞാനില്ലെങ്കിൽ അവൾ തപ്പി നോക്കും, കണ്ടില്ലെന്നുണ്ടെങ്കിൽ അവൾ എണീറ്റിങ് വരും. അതുകൊണ്ട് അവൾ ഉണരുന്നതിന് മുന്നേ ഇതൊക്കെ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. നിക്കാണെങ്കിൽ ബലൂൺ എല്ലാം കൂടെ കണ്ടിട്ട് ഒന്ന് കുത്തിപ്പൊട്ടിക്കഴിഞ്ഞിട്ട് വയ്യാന്നുള്ള രീതി നിൽക്കായിരുന്നു. ഇതൊക്കെ സെറ്റ് ചെയ്യുന്നതിന് പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ, വേറെയൊന്നും അല്ല. ഇതെല്ലാം കൂടെ കാണുമ്പോൾ ഉള്ള ആരുന്റെ ആ എക്സ്പ്രഷൻ എന്തായിരിക്കും എന്നൊന്ന് എനിക്ക് കാണണം. കുറച്ച് ചോക്ലേറ്റ്സും പിന്നെ കുറച്ച് ക്യാൻഡീസും ഒക്കെ ആയിട്ട് എല്ലാം നേരത്തെ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അതെല്ലാം കൊണ്ടുവന്ന് ബെഡിലിട്ടു. പിന്നെ ഇനി ഈ ആരുവിനെ ഒന്ന് ഉണർത്തിയെടുക്കലായിരുന്നു ഏറ്റവും വലിയ പാട്. ഇന്ന് പതിവില്ലാത്ത ഉറക്കക്ഷീണമായിരുന്നു ആൾക്ക്. വിളിക്കും, ഒന്ന് കണ്ണു തുറക്കും, ഒന്ന് നോക്കും, വീണ്ടും കണ്ടടയ്ക്കും. ഇത് തന്നെയായിരുന്നു അവസ്ഥ. അങ്ങനെ ഒരു 4-5 വട്ടം കഴിഞ്ഞപ്പോഴാണ് ആൾക്കൊന്ന് റിലേ വീണത്. എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യം ആളൊന്ന് കൺഫ്യൂഷൻ അടിച്ചു. ഇത് ഞാൻ കിടന്ന സ്ഥലം തന്നെയല്ലേ എന്നുള്ള രീതിയിൽ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ആൾ അതുമൊക്കെ ആയിട്ട് കറക്റ്റായിട്ടൊന്ന് ജോയിന്റ് ആയി. ആളെ ഒന്ന് ചിരിപ്പിച്ചെടുക്കാൻ കുറച്ച് പ്രയാസപ്പെട്ടെങ്കിലും ഇത് ഞങ്ങൾ സ്ഥിരം ചെയ്യുന്ന കലാപരിപാടി ആയതുകൊണ്ട് ആൾക്കതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. പെട്ടെന്ന് ആൾ ഓണായി. പിന്നെ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ ആർട്ടിഫിഷ്യൽ ചിരിയും എക്സ്പ്രഷനും ഒക്കെ ഉണ്ടാകുമല്ലോ. ആസ് യൂഷ്വൽ ആദ്യം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആദ്യം തന്നെ മിഠായി വാങ്ങിക്കാൻ ആൾ മറന്നില്ല കേട്ടോ. പിന്നെ ആൾ എഴുന്നേറ്റു, കളിയായി, പിന്നെ ബലൂണൊക്കെ തട്ടി കളിച്ചു, പിന്നെ ചോക്ലേറ്റ്സ് ഒക്കെ എടുത്തു, ഷോ ഒക്കെ കാണിച്ചു, ഡാൻസ് ഒക്കെ കളിച്ചു. അങ്ങനെ ആള് നല്ല ആക്റ്റീവ് മോഡായി. ഈ ഒരു ദിവസം മുഴുവനും ഈ ഒരു മോഡിൽ തന്നെ നിൽക്കണേ എന്നായിരുന്നു എന്റെ പ്രാർത്ഥന. സത്യം പറഞ്ഞ ആരുവിന്റെ ഒരു ചടങ്ങുകളും ഒന്നും തന്നെ ഞങ്ങൾ ആഘോഷിച്ചിട്ടില്ല. കാരണം അങ്ങനെ ആഘോഷിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. ഫസ്റ്റ് ബർത്ത്ഡേ ചെറിയ രീതിയിൽ ഞങ്ങൾ ആഘോഷിച്ചിരുന്നു. പിന്നെ ഇത്രയും ഗ്രാൻഡ് ആക്കുന്നത് ഈ പ്രാവശ്യമാണ്. അപ്പൊ കളിയൊക്കെ കഴിഞ്ഞു. ഇനി ആളെയും കൊണ്ട് ഒന്ന് അമ്പലത്തിൽ വരെ പോകണം. ഒരുക്കിയെടുക്കാൻ നല്ല പ്രയാസമാണ്. അപ്പോഴാണ് ഓർമ്മ വന്നത്, അമ്പലത്തിൽ വെച്ചോണ്ട് പോകാൻ മുല്ലപ്പൂവില്ല. ആരോടാ? പിന്നെ എന്റെ ഈ കോലം കണ്ടാരും ഞെട്ടരുത്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതിന്റെയാണ് കേട്ടോ. പിന്നെ ഞങ്ങള് ഒരു കുളിയൊക്കെ പാസ്സാക്കി നല്ല സുന്ദരി കുട്ടിയാകാൻ വേണ്ടി വന്നു. ഇതാണ് ആ പ്രപഞ്ച സത്യം. എല്ലാം ഒരുക്കി കൊണ്ടു നടക്കുന്ന കൊച്ചു കുട്ടികളുടെ പിന്നിൽ അമ്മമാർ അനുഭവിക്കുന്ന കഷ്ടപ്പാട്. ഇവളുമാർക്ക് ഈ കാണിക്കുന്ന ഒരു ഡ്രസ്സുകളും പിടിക്കത്തില്ല. പോരാത്തതിന് ഇതേപോലെ ഫാൻസി ആയിട്ടുള്ള നെറ്റും സീക്വൻസും ഒക്കെ ഉള്ള ഡ്രസ്സാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഇവർക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇവരതൊന്നും യൂസ് ചെയ്യത്തില്ല. പിന്നെ ഇങ്ങനെയുള്ള പിള്ളേർക്ക് ഇതേപോലെ എന്തെങ്കിലും വ്ളോഗിങ്ങോ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്തു കൊടുത്താൽ നല്ലതായിരിക്കും. കാരണം വീഡിയോ കാണുന്നുണ്ട് എന്ന് കാണുമ്പോൾ അവർ കുറെയൊക്കെ അവരുടെ ഈ വൃത്തിയുടെ സ്വഭാവമൊക്കെ മാറ്റിവെച്ച് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിന്ന് തരും. ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് പിന്നെ ആ കാണുന്ന മിറർ ഇതെല്ലാം എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ അച്ഛനും അമ്മയും വാങ്ങിയത് കുറച്ച് പൂക്കി ലെവൽ സാധനം ആയതുകൊണ്ട് അമ്പലത്തിൽ വെച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു ഡ്രസ്സ് ഞങ്ങൾ അമ്പലത്തിലേക്ക് സെലക്ട് ചെയ്തു. മുടിയില്ലാത്തതുകൊണ്ട് കൊച്ചുകുട്ടി ആയതുകൊണ്ട് നമ്മുടെ ആ ദേശീയ ഹെയർ സ്റ്റൈലെ മുല്ലപ്പൂന് വെക്കാൻ പറ്റുള്ളൂ. പൊട്ടൂടെ തൊട്ട് കഴിഞ്ഞപ്പോൾ നല്ല സുന്ദരി കുട്ടിയായി. പക്ഷെ ഒന്ന് ചിരിച്ചു കിട്ടാൻ വലിയ പാടായിരുന്നു. ഇത് കൊച്ചുകുട്ടികളുടെ ഒരു സൈക്കോളജിയാണ്. കാണാൻ ആളുണ്ടെങ്കിലോ വീഡിയോ ഒക്കെ പോകുന്നുണ്ടെങ്കിലോ സ്വയം അടിപൊളിയായെന്ന് തോന്നിയാൽ അവർ ചിരിക്കില്ല. അവൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, എന്തായാലും ഞാൻ റെഡിയായത് ഒന്ന് കാണിച്ചേക്കാം. നമ്മൾ പോയത് നമ്മുടെ സ്വന്തം അമ്പലപ്പുഴ അമ്പലത്തിലേക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവിടുത്തെ പോയ കുറച്ച് ഫോട്ടോസ് ഇട്ടപ്പോൾ ഇവിടെ പോകുന്ന വ്ളോഗ് ചെയ്യാമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ ദാ പിടിച്ചോ, ബർത്ത്ഡേയുടെ കൂടെ അമ്പലത്തിൽ പോയ വ്ളോഗും. കൊച്ചിന്റെ അച്ഛൻ എന്തി എന്ന ചോദ്യം ക്യാൻസൽ ചെയ്തിരിക്കുന്നു. കാരണം ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കുന്നത് കൊച്ചിന്റെ അച്ഛനാണ്. മൂപ്പരുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇങ്ങനെ പുറത്തു പോകുന്ന വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുള്ളൂ. കാരണം ഞാൻ ഭയങ്കര ഷൈ ആണ്. എനിക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലാണ്. അതിനിടയ്ക്ക് എന്നെ ഉപദേശിക്കുമെങ്കിലും അതൊന്നും എനിക്ക് അങ്ങോട്ട് ഓക്കെ ആവാറില്ല. പിന്നെ ഞങ്ങള് കുറച്ച് കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചു. അമ്പലപ്പുഴ അമ്പലത്തിൽ വന്നിട്ടുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും, ഗുരുവായൂർ അമ്പലത്തിലെ പോലെ തന്നെ ഇവിടെയും ഉണ്ട് ഒരു പടിഞ്ഞാറേ നട. ഒരുപാട് കടകള്, എല്ലാ വെറൈറ്റി സാധനങ്ങളും കിട്ടുന്ന കുറേ കടകളുള്ള സ്ഥലമാണ് ഈ പടിഞ്ഞാറേ നട എന്ന് പറയുന്നത്. ദൈവങ്ങളുടെ ഫോട്ടോസ്, പ്രതിമകള്, കുട്ടികളുടെ കളിപ്പാട്ടങ്ങള്, വലിയവർക്കുള്ള ഫാൻസി സാധനങ്ങള്, ചെരുപ്പ്, ബാഗ് തുടങ്ങി അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. പക്ഷേ ഇതിനകത്തുനിന്ന് എന്റെ മോൾക്ക് എന്താണ് വേണ്ടതെന്ന് കണ്ടുപിടിക്കലായിരുന്നു വലിയ ടാസ്ക്. അവൾ ചൂണ്ടിക്കാണിച്ചതിൽ അവൾ ഉപയോഗിക്കുമെന്ന് തോന്നിയ കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങിക്കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോഴാണ് ഈ ഒരു ഡ്രസ്സ് ഇട്ട് ഒരുക്കിയിട്ട് ഒന്ന് ചിരിച്ചു കണ്ടത്. പിന്നെ ആസ് യൂഷ്വൽ അമ്പലം കഴിഞ്ഞു കഴിഞ്ഞാൽ മസാല ദോശ. നേരെ ആര്യാസി കയറി ഒരു മസാല ദോശയും കഴിച്ച് തിരിച്ചു വീട്ടിൽ വന്നു.
ഇതാരുടെ സെക്കൻഡ് ബർത്ത്ഡേക്ക് ഫുള്ള് ക്രോഷ്യയിൽ ഞാൻ ചെയ്ത ഡെക്കറേഷൻ ആയിരുന്നു. അങ്ങനെ പുറത്തുനിന്നാരും വിളിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഡെക്കറേഷൻ ഒന്നും ഒട്ടും കുറച്ചില്ല. ഇതൊക്കെ അവള് വലിച്ചു പറിച്ച് ഈ കോലാക്കി എടുത്തതാണ്. പിന്നെ ഞാൻ അധികം കട്ടിയുള്ള കമ്പിയല്ല ഈ ഐക്കോഡിനുള്ളിൽ യൂസ് ചെയ്തത്. പിന്നെ അതെല്ലാം വൃത്തിയാക്കിയിട്ട് ഞങ്ങൾ ആരുവിനുള്ള ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയി. ആരുവിന് ഈ പ്രാവശ്യം സൈക്കിളാണ് ഞങ്ങൾ ഗിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. അത്യാവശ്യം കുറച്ച് ആളുകളെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെയായിരുന്നു, വേറെ ആരുമല്ല. അങ്ങനെ ആരെയും സ്പെഷ്യലായിട്ട് വിളിക്കുന്നില്ല എന്ന് തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ ലാസ്റ്റ് മിനിറ്റ് ഹസ്ബൻഡിന് കുറച്ച് ആളുകളൊക്കെ ക്ഷണിക്കണമെന്നൊരാഗ്രഹം, അങ്ങനെ വിളിച്ചതാണ്. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും, പ്രത്യേകിച്ച് നാലാളുണ്ടെങ്കിൽ എന്റെ മോള് ഒന്നിനും സഹകരിക്കില്ല. ഒരു സഹകരണ മനോഭാവമില്ലാത്ത മൂരാച്ചി സ്വഭാവം എടുക്കും അന്നവള്. കേക്ക് മുറിക്കാൻ കൂട്ടാക്കാത്തത് പോട്ടെ, കേക്ക് കട്ട് ചെയ്ത് വായി വെച്ച് കൊടുക്കാന്ന് വെച്ചാൽ അത് സമ്മതിക്കില്ല. പിന്നെ എന്റെ സ്വഭാവം വെച്ചിട്ട് അധികം ഷോ കാണിച്ചാൽ വേണ്ടെങ്കിൽ വേണ്ട, നിർബന്ധിക്കാൻ പോയില്ല. അത് രണ്ടും ഞങ്ങൾ അങ്ങ് കഴിച്ചു. അവൾക്ക് ഇഷ്ടപ്പെട്ട തീമായിരുന്നു കേക്ക്, കാത്തു. അതുകൊണ്ട് അവൾ ആ കാത്തുവിന്റെ സ്റ്റിക്കർ മാത്രം എടുത്തുകൊണ്ട് നടന്നു. പിന്നെ ലാസ്റ്റ് ടൈമാണ് ഞങ്ങളുടെ ഗിഫ്റ്റ് സത്യം പറഞ്ഞത് കൊടുക്കാൻ ഞങ്ങൾ മറന്നുപോയി. പൂട്ടി വെച്ചേക്കായിരുന്നു അവള് കാണാതെ. നല്ല വീഡിയോ ഒന്നും കിട്ടിയില്ല. ആദ്യം ഒന്നും അവള് കയറാൻ കൂട്ടാക്കിയില്ല, ഇതായിരുന്നു അവസ്ഥ, ചവിട്ടി തള്ളായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവൾ ഓടി നടന്ന് കയറുകയും ഇപ്പൊ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഒടുക്കം എല്ലാം കഴിഞ്ഞ് ആളും ആരോഗ്യങ്ങളും എല്ലാം പോയി. എന്റെ മോള് ഭയങ്കര സങ്കടമായിപ്പോയി, ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ വീട്ടിൽ നിന്ന് പോയപ്പോ. അപ്പോൾ ഞങ്ങളുടെ ഈ വലിയ സന്തോഷത്തിന്റെ ചെറിയ ആഘോഷം ഇതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് മറക്കണ്ട. ബൈ.